കപ്പ എടുക്കാൻ പോവാണ്. ചീര എടുക്കണം. ചീരയുടെ ഇലയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ചൊക്കെ ചീര കുറേ ഉണ്ടായിരുന്നു. ഇപ്പം നിൽക്കുന്നതൊക്കെ കുറച്ച് പൂത്ത് നിൽക്കുകയാണ്. ഇത് പുളിയാണ്. ഏതാ മീൻകറിക്കകത്തൊക്കെ ഇടുന്ന പുളി. അതാണ് ഞാൻ കാണിക്കാം. അതിൻ്റെ മരം ഇതാണ് ആ മരം. കൂടുതലായിട്ടൊന്നും ഇട്ടില്ല. 15 കൂടി ഇനി വെക്കുള്ളൂ. ഓക്കെ. ഞാനും കൂടെ ആക്കാം. മാറ്. പയ്യെ എന്തോ ഒടിയുന്ന ശബ്ദം. ഒടിഞ്ഞോ ഗൈസ്? ഒടിഞ്ഞോ? ഓക്കെ. അത് ചെറുതായിരുന്നോ? പൊട്ടിയോ? ഉള്ളിലുണ്ടോ? ഓക്കെ, അത് ലാസ്റ്റ് എടുക്കാം. ഇത് ഞാൻ എടുക്കാം. ഇനി വാ, ഇത് ഞാൻ എടുക്കാം പപ്പാ. ഇനി അനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊക്കി പോയി വന്നോ? പോട്ടെ. ഒടിയുന്നെങ്കിൽ പൊടിയിട്ടെ. പോട്ടെ, കുഴപ്പമില്ല. വെയ്. ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. നല്ല കപ്പയായിരുന്നു. അത് രണ്ടോണം വലിയ കപ്പയായിരുന്നു. അയ്യോ, കരയില്ല. ഞങ്ങളിവിടെ ചീനി എന്നാണ് പറയുന്നത്. കപ്പ എന്നൊക്കെ ഞാൻ പിന്നെ എറണാകുളത്ത് പോയപ്പോൾ പിന്നെ കപ്പയെന്നങ്ങ് ആയിപ്പോയത്. അല്ല, ഇവിടെ നമ്മൾ ചീനി എന്നാ പറയുന്നത്. വിൽപ്പനക്കാരല്ലപ്പാ, നമ്മൾ ചീനി എന്നല്ലേ പറയണേ. കപ്പ 50 രൂപ എന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും. നല്ല പൊഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. ഓക്കെ. നല്ല വിളവ് കിട്ടുന്നതാണ്. 6 മാസ കമ്പാണ്. ഓക്കെ, 6 മാസ കമ്പാണ്. നല്ല മതി, പ്രൊമോഷൻ മതി. ഇവിടെ ആരംഭിക്കുന്നില്ല. മാങ്ങാ ചമ്മന്തിയോ? തേങ്ങാ ചമ്മന്തി. മാങ്ങാ ചമ്മന്തിക്ക് മാങ്ങയില്ല. അവിടെ കണ്ണിമാങ്ങ ആയിട്ടുണ്ട്. ഞാൻ പോയിട്ട് എനിക്ക് ചാമ്പയ്ക്ക ആയിട്ടുണ്ട്. അവിടെ ചാമ്പയ്ക്കയും കണ്ണിമാങ്ങയുണ്ട്. പറക്കാം. എന്ത് ചെയ്തു? അടുത്തതുണ്ട്. അപ്പൊ ഇനി അകത്തുനിന്ന് എടുക്കണ്ടേ? അകത്ത് പോയത് എടുക്കണ്ടേ? ഇതിനകത്തുനിന്ന് പോയിട്ടുണ്ട്. ഇതിന്റെ വേണ്ട ഒടിഞ്ഞത്. അപ്പൊ അത് കണ്ടോ, ഇവിടെ ഒടിഞ്ഞു. അത് കുഴപ്പമില്ല. ഇതോ അത് കുഴപ്പമില്ല. അല്ല, ഇതെടുത്തു. ഇത് ഞാൻ എടുത്തതാണ്. ദേ ഇവിടെ ഉണ്ടോ ഇപ്പൊ 2 എണ്ണം. മമ്മട്ടി എടുത്തിട്ട് വന്നിട്ട് ബാക്കി അപ്പൊക്കോളൂ. അങ്ങനെ കപ്പ കൃഷിയൊക്കെ കഴിഞ്ഞു. കപ്പ പിടലൊക്കെ കഴിഞ്ഞു. ഇതെന്താ ഇപ്പൊ ഇവിടെ വെള്ളം വീണ കിടക്കുന്നേ? ഇവിടെ പപ്പ ഇതെന്ത് വെള്ളങ്ങോടെ? ഓക്കെ, ഇത് ഈ കിടക്കുന്ന എന്തോ തെങ്ങിന്റെ വീട്ടില്. തെങ്ങിന്റെ മണ്ടൊക്കെ എന്തോ? അയ്യേ, മണ്ടയില്ല. മേലോട്ട് ഞാൻ നോക്കിയില്ല. നൈസ്. അയ്യോ, ഇവിടെ നിന്ന് ഞാൻ റീലൊക്കെ എടുത്തത്. ഈ ജനൽ എനിക്കിഷ്ടം. പണ്ടത്തെ ഏരിയസാണ് ഇതൊക്കെ. ഓക്കെ. ഓക്കെ, ഞാൻ ഇതുവഴി വരാം. ഓക്കെ.
അമ്മച്ചിയുടെ ചീര കൃഷിയാണ്. പക്ഷേ ഇതിപ്പം കുറേ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് പൂത്ത് തുടങ്ങി. ഇങ്ങനെ തന്നെ എടുക്കാൻ എനിക്കറിയില്ല, ഫ്ലൈറ്റിൽ കയറ്റി പോകാൻ പറ്റുമോ എന്നറിയില്ല. പിന്നെ ഇല മാത്രമായിട്ട് പിച്ച് വെച്ച് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുകയാണ്. നനഞ്ഞിങ്ങനെ രാവിലെ കിടക്കാം, നല്ല രസമുണ്ട് മഴത്തുള്ളിയൊക്കെ ആയിട്ട്. ആൾക്കാർ വന്ന് ഇവിടുന്ന് വാങ്ങുമായിരുന്നു ശരിക്കും. കാരണം വെറുതെ അമ്മച്ചി പണ്ടും ഇങ്ങനെ ഒത്തിരി ചെയ്യാറുണ്ട് എപ്പോഴും. അമ്മയുടെ ആ ഒരു എന്താ പറയുക, സർവീസിലിരിക്കുന്ന സമയത്തും ചീര എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവിടെ ഉണ്ടാവും, എല്ലാ വർഷവും ചീര. ഇത് പിന്നെ എന്തോ ഇച്ചിരി കേടായിപ്പോയി ചീരയാണെന്ന് തോന്നി ഈ നിൽക്കുന്നതൊക്കെ. അതിനകത്തൊക്കെ ഇലയിലൊക്കെ പുള്ളി വന്നിട്ടുണ്ട്. നല്ല രസമില്ലേ? ഹായ്, എനിക്ക് ഈ ചീര ഭയങ്കര ഇഷ്ടമാണ്, ചുമന്ന ചീര. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. കണ്ടോ, അങ്ങ് വരെയുണ്ട്. പിന്നെ ഇതൊക്കെ ഇപ്പം വെണ്ടയ്ക്കൊക്കെ നട്ടിരിക്കുകയാണ്. അതെ അതെ, വെണ്ടയുടെ ഒരു കുഞ്ഞൻ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതോ അവിടെ ഉണ്ട് വെണ്ടയ്ക്ക. ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഇതേ ഓക്കേ. പണ്ടൊക്കെ വെക്കേഷന് ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. നമ്മളും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള പുല്ലൊക്കെ പറിക്കുക, കപ്പയൊക്കെ നടുപ്പം വന്നിട്ട് പപ്പായുടെ കൂടെയൊക്കെ ഇങ്ങനെ. ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇവർ കുറച്ച് ഇപ്പൊക്കെ ചെയ്യാറുള്ളൂ, കാരണം വീട്ടിലേക്ക് വേണ്ടെന്ന് മാത്രമേ ചെയ്യാറുള്ളൂ. പണ്ടൊക്കെ അങ്ങോട്ട് എല്ലാം നിറച്ച് ചെയ്യുമായിരുന്നു. കപ്പയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ പച്ചയായിട്ട് നിൽക്കുന്ന കാണാം. അങ്ങനെ അപ്പോൾ ഇതെന്തോ 10-15 മൂടെ ഈ വട്ടം നട്ടുള്ളൂ എന്ന് പപ്പ പറഞ്ഞു. അതാണ് ഈ കാണുന്ന 10-15. പിന്നെ ഇതെന്തായിരുന്നു, എനിക്കത് പടവലങ്ങയാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഇത് പടവലങ്ങയാണോ അത് പയറാണോ? ഇത് പടവലങ്ങ. അതെ, അവിടെയാണ് പയർ. ഇത് മറ്റേ പയറാണ്. സത്യം പറഞ്ഞാൽ പണിക്കൊന്നും പോകണ്ടേ, ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടാൻ നല്ല രസമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മളെയൊക്കെ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റു രീതിയിലായതുകൊണ്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് തന്നെ മാറ്റാവുന്ന പ്രോബ്ലമാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കുറച്ചൊക്കെ ഗൈഡ്സ് വേണം. പണ്ട് ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒന്നും കോഴിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം കോഴിയൊന്നും ഇവിടെ വരാനില്ല, അതുകൊണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കുക. മറ്റേതിങ്ങനെ അറ്റത്തായിട്ട് തെങ്ങിൻ്റെ ഓല ഇങ്ങനെ മെടഞ്ഞു കൊടുക്കും. അമ്മ സ്കൂൾ ജീവിതം ഒക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, വീക്കെൻഡ്സിലൊക്കെ ഉള്ള പരിപാടി എല്ലാ ദിവസവും രാത്രിയിലും വൈകിട്ടും ഒക്കെ വന്ന് വെള്ളം നനയ്ക്കലും അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ്. ഞാൻ ഇപ്പോഴും കളിക്കും. അമ്മച്ചിയൊക്കെ അവരങ്ങനെ അങ്ങ് സെറ്റിൽഡായി, അവരങ്ങനെ അങ്ങ് കാസ്റ്റ് ശരിയായി. കാച്ചിലാണ്, കാച്ചിൽ. ഇതെന്താ വെള്ളക്കാച്ചിലാണോ? ചുമന്ന കാച്ചിലാണോ? ചുമന്ന കാച്ചിൽ. ഇതെന്താണ്? പൊടി ഇടുന്നതേ ചിക്കൻ അച്ചാറാണ്. പൊടി ചിക്കനിൽ എന്ത് ചെയ്യും? ചിക്കൻ അതാണോ? ചിക്കൻ ഇത് ഇട്ടില്ലല്ലേ? ഇത് ആദ്യം ഇട്ടേതോ പൊടി? പൊടി നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറെ എന്ത് ചിക്കൻ ആയിരുന്നു അത്? ഫ്രൈഡ് ചിക്കൻ അല്ലല്ല, എന്തായിരുന്നു അത്? ചിക്കൻ ഫ്രൈ കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് അങ്ങോട്ട് അച്ചാറിടാം. കൊച്ചുമോൾ പറഞ്ഞു അച്ചാറിടാവുന്ന. അങ്ങനെ എന്തായാലും എനിക്കൊരു അച്ചാർ കിട്ടി. അങ്ങനെ വളരെ ചെറുതായിട്ട് എന്നിട്ടത് കട്ട് ചെയ്തിട്ട് ഞാൻ അയാളോട് ചോദിച്ചു, അച്ചാറാക്കാൻ എന്തോ ചെയ്യണം അറിയാതെ ഇങ്ങനെ കൊണ്ടുപോയാൽ അകം മൊഴിയത്തില്ലല്ലോ. സാധനം അങ്ങനെ നമ്മുടെ പാചകക്കാരനും പുള്ളിയും കൂടെ പറഞ്ഞു, ഇങ്ങനെ
ഒന്നും കൂടി ഒന്ന് വറുത്തിട്ട് ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് വറുത്തിട്ട് അച്ചാറിടാൻ പറഞ്ഞു. അങ്ങനെ എന്തായാലും ആ ഒരു പരിപാടി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ എപ്പോഴത്തെ പോലെ കുറച്ച് മീനച്ചാറും, പിന്നെയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. ഈ മുളക് പൊടി ഇവിടുത്തെ ആയതുകൊണ്ട് അധികം എരിവുണ്ടാകത്തില്ല, കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടണല്ലേ, കുറച്ചിടല്ലേ, നോക്കിയിട്ട് എടുക്കണം. ഇതിനകത്ത് ഇപ്പൊ ഉപ്പില്ലല്ലോ, അതിലിട്ട് എന്തുവാ പിന്നെ വെളുത്തുള്ളിയും ആ ശരി. ആ ഞാൻ മാത്രമേ വന്നുള്ളൂ. ആ കണ്ണിമാങ്ങയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ കണ്ണിമാങ്ങ ആ ഒരു ഇതിലാണ്. ആ പൂട്ടാം എല്ലാം എടുത്തോ? ഇങ്ങോട്ട് അല്ലല്ലേ. ചാമ്പയ്ക്ക ആയിട്ടുണ്ട്. ആയി വരുന്നേ ഉള്ളു ചാമ്പയ്ക്ക. അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ആയി വരുന്നുണ്ട്. ഞാൻ ഇന്ന് പോകുമ്പോ ഇങ്ങടമേ വന്നതിനേക്കാളും കുറച്ചുകൂടെ ഒക്കെ പെയിന്റ് ഒക്കെ അടിച്ച് ചട്ടിയൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ചട്ടി പെയിന്റ് അടിക്കുന്ന സമയത്ത് നല്ല ഭംഗി. കുറച്ച് നെയ്യ് ഞാൻ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം അമ്മ അതിൻ്റെ നെയ്യ് എടുത്തോണ്ടിരിക്കുകയാണ്. വെണ്ണ ഇങ്ങനെ എടുത്തിട്ട് ഇനി അത് ഉരുക്കി എടുക്കാനുള്ള പരിപാടിയിലാണ്. അവിടെയും നന്നായിട്ടുള്ളത് കിട്ടും, പക്ഷെ നമ്മളിങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് പക്ഷെ ഒട്ടും പാടോ ഒന്നുമില്ല അല്ലേ മേ? ഡെയിലി ഇങ്ങനെ ചുമ്മാ എടുത്ത് വെക്കുന്നില്ലേ നമ്മള്? പാല് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള സാധനം ജസ്റ്റ് ഓരോ ഇതുപോലെ ഒരു ടിന്നിലേക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് അവസാനം നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം കുറച്ചധികം ആകുമ്പോൾ എടുത്ത് ഇങ്ങനെ ആക്കിയെടുക്കും. വെണ്ണ എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ടെങ്കിൽ അതിൻ്റെ പുളി കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റും. ഒന്ന് കഴുകിയെടുക്കും. അതേപോലെ കഴുകിയെടുക്കും. ഇനി അടുത്ത വെള്ളത്തിൽ കഴുകുമോ? ഒറ്റ വെള്ളത്തിൽ കഴുകിയാൽ അറിയാം. ഓക്കെ, വെള്ളങ്ങൾ കളയത്തില്ല. മോര് ഇനി നമുക്ക് പുളിശ്ശേരി കാച്ചുവോ പച്ചയ്ക്ക് കുടിക്കുവോ? ഇനി പച്ചമോര് ഉണ്ടാക്കാനോ പുളിശ്ശേരിക്കൊക്കെ എടുക്കും. കൈയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഗ്ലൗസ് ഒക്കെ ചെയ്യല്ലേ? നല്ലതായിട്ട് കൈയൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ഗ്ലൗസ് ഒക്കെ ഇട്ട് വെക്കുമ്പോൾ അതേലും കൂടെ കുറെ പറ്റി അങ്ങ് പോകും. എൻ്റെയും കൂടെ അമ്മമ്മ പ്ലാവില കൊണ്ടായിരുന്നു ഇതൊക്കെ എടുക്കുന്നത്. പ്ലാവില കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മമ്മയല്ല, അമ്മച്ചമ്മ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. കഴുകി നമ്മൾ അവസാനം വൃത്തിയാക്കി സെറ്റാക്കിയിരിക്കുന്ന നെയ്യാണ്. ശുദ്ധമായ പശുവിൻ പാലും ശുദ്ധമായ തേനിനും ഒക്കെ അവസാനം ശുദ്ധമായ നെയ്യ്. അങ്ങനെ നമ്മുടെ നെയ്യ് നമ്മൾ ഒന്ന് ആറിയിട്ട് ഒരു ടിന്നിലേക്ക് അങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നൈസ്, ഓൾ സെറ്റ്. ഇതിനി ഇവിടെ ഇരുന്നിട്ട് കുറച്ച് തണുക്കുമ്പോഴത്തേക്കും കുറച്ച് ടൈമും കൂടെ കഴിയുമ്പോൾ ഇതങ്ങ് സെറ്റാവും. പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള ഈസി ആവും. അമ്മച്ചി ചിക്കൻ അങ്ങനെ കഴിക്കില്ല, പക്ഷെ അമ്മച്ചി ചിക്കൻ്റെ എല്ലാം ഉണ്ടാക്കും. ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ആരും ഇല്ലെങ്കിൽ തന്നെ എല്ലാം പാകത്തിനായിരിക്കും. ഇപ്പോൾ എല്ലാം അമ്മയുടെ കണക്കിന് കറക്റ്റ് ആയിരിക്കും. പിന്നെ പപ്പയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും.